അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഈവനിങ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു 2 മണി 3 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്, കാരണം രാവിലെ ഒന്നും നേരം പോലെ പഠിക്കാൻ പറ്റില്ല, കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയിമ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് സ്റ്റഡി ലീവാണ്, ഇരുന്ന് പഠിക്കാനല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ആ ഒരൊറ്റ മൈൻഡ് വെച്ചിട്ട് ഞാൻ പഠിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നു. പിന്നെ ഫോണൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ കൊണ്ട് തന്നെ ഫോണിൽ കളിക്കാതെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടു. പക്ഷേ അതിന് കുറച്ച് ആയുസേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒരു മണിക്കൂറിന് ശേഷം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഒരു പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ പഠിത്തം ഫുള്ള് മുടങ്ങിട്ടോ. കുറച്ച് നേരം മുലപ്പിരുന്നു, പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഗെയിം കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് പഠിക്കുമെന്നല്ല കേട്ടോ, അങ്ങനെ തെറ്റിയിരിക്കരുത്. ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പേജൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അമ്പലം വന്നപ്പോൾ പിന്നെ പഠിക്കാനുള്ളതൊക്കെ മൂഡ് പോയി. പക്ഷെ എന്നാലും ബുക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പേടിക്ക് എക്സാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടെൻഷനാക്കാരം, എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് പോയെന്നല്ല. പക്ഷെ കാര്യമായിട്ട് പഠിക്കില്ല. അങ്ങനെ അമ്പലം വന്നപ്പോൾ എൻ്റെ ആ മൈൻഡൊക്കെ ആകെ മാറി ഫുൾ. പിന്നെ ഗെയിം, ഫോണ് അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് കാണുക, ഫോണിൽ കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അതിന് ശേഷം നമ്മൾ നേരെ ഗെയിം കളിക്കാൻ പോയി. കാരണം ഗെയിമിൻ്റെ പേരൊക്കെ ഓർമ്മയിട്ടില്ല. നമ്മളെ കള്ളനും പോലീസുമാരൊരു ഗെയിം ചെയ്യുന്നു. പറയാൻ പാടില്ല, കുറച്ച് ബുദ്ധിപരമുണ്ട്. അങ്ങനെ പിന്നെ കുറേ ടൈം നമ്മൾ ഇതുമ്മ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം കളിച്ചിട്ടും സംസാരിച്ചിട്ടും ഫോൺ കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസം എത്ര പാഠം പഠിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. അതൊക്കെ ഇന്നത്തെ ദിവസം എന്തായാലും ഫുൾ ഫ്ലോപ്പ് ആയിക്കണു, ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി അടുത്തുള്ളൊരു ചപ്പാത്തി കമ്പനി ഉണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് പോയിട്ട് നമ്മൾ സമൂസ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സമൂസൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയോടെ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോല് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ ബാക്ക് ടു എൻ്റെ ബുക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ എത്തി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബുക്കൊക്കെ വായിച്ചതിന് ശേഷം പിന്നെ ഉള്ളിൽ കയറി കുറച്ച് പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ കഴുകി സഹായിച്ചു കൊടുത്തു. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരം കഴിച്ച കുറച്ച് പാത്രങ്ങളും ഗ്ലാസ്സുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴുകിയതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ആവുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഈ കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ അതിൻ്റെ തോലൊക്കെ മാറ്റി അതൊക്കെ സെറ്റാക്കി വേവിക്കാൻ വെച്ചു. അതിന് ശേഷം നമ്മളിത് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം വെച്ചു. എന്നിട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല കുറേ ഇടും, ചിക്കൻ മസാലയും മീറ്റ് മസാലയും. അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാക്കി പിന്നെ നേരെ ഫുഡൊക്കെ വിളമ്പി കഴിച്ചു. ഇങ്ങനെ സിമ്പിളായിട്ട് അച്ചാറും ഇതും മാത്രമേ കഴിക്കണം കേട്ടോ ഇഷ്ടം. അങ്ങനെ അതിന് ശേഷം നമ്മൾ പിന്നെയും പഠിക്കാമായിരുന്നു. പിന്നെ കുറച്ച് നേരം പഠിച്ചിട്ടോ, കാരണം എനിക്ക് പിന്നെ ടെൻഷനായി. ഞാൻ കുറച്ച് ദിവസമുള്ളൂ അങ്ങനെ ആലോചന, എനിക്ക് പലതരം ചിന്തകളായിരിക്കും പഠിക്കാതിരിക്കുമ്പോൾ വരിക. അങ്ങനെ കുറച്ച് നേരം നമ്മളിന്ന് പഠിച്ചു. അങ്ങനെ ഒരു 10:30-11 മണി ആ ടൈമായപ്പോൾ നമ്മൾ ബുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ എൻ്റെ സ്കിൻ കെയർ, എൻ്റെ ഒരു ദിവസത്തെ സ്കിൻ കെയർ പറഞ്ഞാൽ ഈ രാത്രി ചെയ്യുന്ന ഈ സാധനം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നൈറ്റ് ക്രീമല്ല, പിമ്പിൾസൊക്കെ എല്ലായിടത്തും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതാണ് ആകെ ചെയ്യൽ. പിന്നെ ഫേസ് വാഷാണ് ചെയ്യൽ. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി, കാരണം രാവിലെ നേരത്തെ വെച്ച് കുറച്ചേരം കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.